മറ്റൊരു കാര്യം, ഇതിനെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ജയരാജന് ജാഗ്രത കുറവുണ്ടായി, CPMന് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം നേരെ കരണം പറഞ്ഞു. വലിയേട്ടനെ പേടിച്ച് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ അഭിപ്രായം ഇടതുമുന്നണി യോഗത്തിൽ പറയും. ആർജവമുള്ള പാർട്ടി നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് യോഗ തീരുമാനത്തെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതാ, നേരെ കരണം പറഞ്ഞു. CPIക്ക് അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. മറ്റൊരു കാര്യം, ഇന്ന് ഗോവിന്ദൻ മാഷിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വടകരയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊക്കെ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത്, പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ BJPയെ ജയിപ്പിച്ചു കൊള്ളാമെന്ന ഉറപ്പിന്മേൽ BJP വോട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ മറിച്ചു എന്നാണ്. ആദ്യത്തെ ഒരു പരാജയം സമ്മതമാണ്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടാകണമെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കണമല്ലോ. അത് ഗോവിന്ദൻ മാഷിയുടെ വാക്കുകളിൽ കൂടെ തന്നെ പുറത്തു വന്നപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ വിജയം ഉറപ്പാണെന്നും ശൈലജ ടീച്ചറുടെ പരാജയം CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പുണ്ടായ പ്രചരണം തുടങ്ങിയ അന്ന് മുതൽ CPM BJP ഡീലിനെയും അന്തർധാരയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യമായിട്ടാണ് ഗോവിന്ദൻ മാഷ് ഒരു നിയോജക മണ്ഡലത്തിൽ BJPയും UDFും തമ്മിൽ ഡീലുണ്ടാക്കിയെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്നത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പുറത്തു വന്നപ്പോൾ. എന്തായാലും വടകരയിൽ ഗോവിന്ദൻ മാഷിയുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ LDFിൻ്റെ പരാജയം അദ്ദേഹം സമ്മതിച്ചിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അവരെ വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തലായി വാർത്തകളായി പുറത്തു വന്നതെന്നും ഗോവിന്ദൻ മാഷ് പറഞ്ഞ വലിയ ആത്മവിശ്വാസത്തിലാണ് പല സീറ്റുകൾ അല്ല, ജൂൺ 4-ാം തീയതി വൈകുന്നേരം വരെ ഗോവിന്ദൻ മാഷിയുടെ ആത്മവിശ്വാസം തുടരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. പ്രാഥമിക വിലയിരുത്തലും ശരിയായിട്ടുള്ള വിലയിരുത്തലും ഒക്കെ നടത്തി. എന്നിട്ട് തന്നെയാണ് ഞാനും ഇന്നലെ പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിയും പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു സീറ്റും തോൽക്കും എന്ന വിലയിരുത്തൽ ഞങ്ങൾക്കില്ല. 20-20 ആദ്യം മുതൽ പറഞ്ഞത് ഇപ്പോഴും UDFിൻ്റെ ഗ്യാരണ്ടി 20-20 തന്നെയാണ്. എവിടെ ചോർന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ അന്ന് യോഗ കഴിഞ്ഞിട്ട് പറയാം. യോഗ കഴിയട്ടെ. എന്തോ നിങ്ങളുടെ ഈ സമ്മർദ്ദമേ ഉള്ളൂ, വേറെ ആരുടെയും സമ്മർദ്ദമില്ല. അതൊക്കെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യമാണ്.